പൂറൊക്കെ വലുതാക്കി കഴിഞ്ഞ് നാളെ തൊട്ട് യക്ഷിയുടെ ഇറക്കത്തില്ല. മയില് യക്ഷി ഇതിനും വേറെ ശാപം കിട്ടി വേറെ എവിടെയെങ്കിലും പോയി കിടക്കണത്. അയ്യോ ഇവിടെയൊക്കെ മറ്റേ വാൽക്കരിയൊക്കെ ഇരിക്കും. മറ്റേ വാൽക്കാരിയോ ആ വലാക്കൊക്കെ ആയിരിക്കും ഇവിടെ തന്നെ. മയില് അതൊക്കെ കണ്ടാൽ ശരിക്കും പേടിച്ചു. വലാക്കിനെ കണ്ടാൽ പേടിച്ചു ഉറപ്പുള്ള കേസാ. നമ്മുടെ നാട്ടിലത്തൊക്കെ ആണെങ്കിൽ ആ സാരിയൊക്കെ എടുത്ത് വരുമ്പോൾ മയില് കാമം മൂടാണെങ്കിൽ അവിടെ പെട്ടു വിചാരിച്ചത്. നീ വേണമെങ്കിൽ ചോര എടുത്ത എന്നാലും കുഴപ്പമില്ലെന്ന്. നീ കൊന്നോ? ഒന്നും വേണ്ട, നീ കൊന്നോ എന്നാലും വിഷയം. അതിന് മുമ്പ് ഒന്ന് വായിലെടുത്ത് തന്നെ ഒന്ന് ആ ഓട്ടോയിൽ വയ്ക്കാൻ സമ്മതിക്കണം. റിസ്ക് കേട്ടോ ഈ നമ്മുടെ ഷാരു. പണ്ട് മരം കയറി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മയില് അതെ ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ വനത്തിൻ്റെ സെറ്റപ്പ് അല്ലേ? ഇവിടെ കൃത്യ ഈ കുറച്ച് ഭാഗത്തേക്ക് ശരിക്കും നാട്ടിലത്തെ സെറ്റപ്പ്. നമുക്ക് വെട്ടം പറയൊക്കെ ഉണ്ടല്ലോ. പോലീസ് ആ ഒരു കുറച്ച് ഭാഗം ശരിക്കും നാട്ടിൽ നമ്മൾ കാട്ടിക്കൂടെ പോകണ അവസ്ഥ. ഇവിടെ അതേ അവസ്ഥ. സൈക്കിൾ ഓടാൻ പറ്റിയ സ്ഥലമാടാ. ആ മയില് ഇച്ചിരി മാറിയിട്ട് അറ്റാക്കും വരും. ഉടുപ്പിലേക്ക് ചേർത്ത് പിടിച്ചേ മയില് വേണോ? പിടിച്ചാ എടുത്തിട്ടുണ്ടെന്ന് ചുമ്മാ പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നോക്കട്ടെ കാര്യം ഒന്ന് ഇതാക്കിയാ ഒരു മയില് കാണാൻ പറ്റില്ല. മയില് ഡെൻസല്ലേ ഭയങ്കര. അടുത്ത വണ്ടി വരും പോകുന്നു. താഴത്തെ ആ ബോട്ട് പണി ചെയ്തുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ചെയ്യണമെന്ന് അറിയാം. നേരെ ഡൗൺ സ്ട്രീം പിടിക്കണം. ഇങ്ങോട്ടാണ് പോയിട്ട് അങ്ങോട്ട് പോകണം. സിവിലൈസേഷൻ കിട്ടും. ഇങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. ലാസ്റ്റ് മുങ്ങി പോവുകയും ചെയ്യും. ചോട് കൂടി നടക്കണം. ഏതൊരു വഴി കണ്ടെന്ന് ഇതാണോ? ഇത് രണ്ട് വഴിയാണ്. ഇത് നമ്മൾ റിട്ടേൺ പോകുന്ന വഴി, അത് അങ്ങോട്ട് പോകുന്ന വഴി. സൈക്കിളിന് മുമ്പ് സൈക്കിളോട്ടുണ്ട് ആൾക്കാർ. കാണാൻ കുഴി എന്നാണ് ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഫുള്ള് നമ്മൾ പറയുന്ന എല്ലാ ഫീതങ്ങളും ഉണ്ട്. ഇത് എന്നൊക്കെ പോലീസ് കൊണ്ടുപോകുന്നു. ആൽഫിനെ പറ്റി പറയുന്നത് ചർച്ചയില്ല. പോലീസുകാരെ ആൽഫിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ അവർ ഇട്ടേച്ചു മോനെ വേണ്ട. ഈ ചലവിലാന്ന് ചിലച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പറ്റും ചിലതല്ല, അവളുടെ ക്യൂട്ട്നെസ്സാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒരു പെണ്ണ് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നത്തില്ല. ഓരെടുക്കണം കൊഞ്ഞനെ കൂടി തലാടിച്ച് കൂടി. ഞാനതാ കളിയാക്കുന്ന എല്ലാവരും അവിടെ വരും പറഞ്ഞു. നേരെ പോ പേടിച്ചു പോയി. അപ്പോൾ ഇത് മരന്നിക്കലുണ്ട് ലൈറ്റ് വണ്ടി പോകണമായിരുന്നു. എടാ മയില് ഞങ്ങളെ അന്ന് മെഷ അടിച്ച് പേടിച്ചു പോയതാ ശരി. കാരണം ഒന്നാ അടിച്ച് പൊട്ടിയിരിക്കില്ലേ. പക്ഷേ അന്ന് കഞ്ചാവ് അടിച്ചത് താഴെ പോയിരുന്നു. കഞ്ചാവ് അടിച്ചിട്ട് കയറി ഇതൊരു ഇരുട്ട് ആ എടാ നല്ലൊരു അടി കിട്ടി. എന്നുവെച്ചാൽ അടി കിട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയല്ല പേടിച്ചേ. ഇങ്ങോട്ട് കയറി പോയി ഇരുട്ടത്ത് ദൂരെ രാത്രി. അങ്ങോട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ പൈസ ഇട്ടല്ലേ. ആ ഫോണിൻ്റെ ചാർജ് ഇരുന്നു. ഒരുത്തിൻ്റെ അതിന് ഫോൺ ഉണ്ട്. ഒരു മൈരൻ പുറകിൽ നിന്ന് കൂടെയുള്ള ഒരുത്തൻ തന്നെ. ആ എൻ്റെ അതൊക്കെ നെഞ്ചിടിച്ചു പറഞ്ഞാൽ ശരിക്കും പേടിച്ചു വന്നു. അത് ഈ കഞ്ചാവും കൂടി അടിച്ചാൽ പേടി നല്ലോണം തട്ടൂലോ. ശരിക്കും പേടിക്കൂലോ. ശരിക്കും ആ ഒരു ചിന്തയും കൂടിയും വരുമല്ലോ. അയ്യോ പേര് മാറിപ്പോന്നല്ലേ. ഞാൻ ചാരു ആറുവിനെ വിളിക്കത്തില്ല. എനിക്ക് സേവിയറിൻ്റെ വലിയ മാറിപ്പോ. എനിക്ക് ഡോലി പോയില്ല. ഡോലി പോലെ ഡോലി പോലെ വേറെ സാധനമുണ്ട്. മറ്റേ സാധനം മറ്റേ ഒരു മിഠായിയുടെ വർഷത്തിൻ്റെ പേരില്ല. മിഠായിയുടെ രമേശ് സുരേഷ് സുരേഷ് ആധാരം. അതാണ് പാണ്ടിന്റെ നീളം അല്പം. അത് 5 സ്റ്റാർ അല്ലേ? പിന്നെ അമ്മ ബാങ്കിന് മോഷണത്തിന് പോണേ ട്വിൻസ്. മറ്റവന്മാർ കഷ്ടപ്പെട്ട് മോഷ്ടിക്കും. ബച്ചാവ്
റൈറ്റ് അപ്പറേ ഇപ്പുറം കണ്ടിട്ട് അങ്ങോട്ടല്ലേ സംഭവം? അങ്ങോട്ട് നമ്മളാ വഴി കാണിച്ചത് ഷാരു താഴത്തേക്കെന്ന് പറഞ്ഞു അത് ഇത്ര പെട്ടെന്ന് വന്നു വന്നല്ലേ? ഇതുണ്ടോ ഇങ്ങോട്ട് കൂരാക്കൂരി ഇട്ടല്ലേ ഇവിടെ ടോപ്പാക്കി ഇവിടെ ടോപ്പാക്കി അതാ പറഞ്ഞ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഇട്ടാ കട്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല ഈ ഇവിടെ ഇട്ടാ എടാ കുറച്ചും കൂടി എടുത്ത് ഒട്ടും കാണിച്ചടാ പ്രദേശത്തേക്ക് നടുക്കേക്ക് ഒട്ടും കാണത്തില്ല ഇവിടെ ഫാളിൽ നിറച്ച ഇലയില്ലേ ഒട്ടും കാണത്തില്ല ഒട്ടും കാണത്തില്ല ഫാളാകുമ്പോൾ അയ്യോ ഒരാണക്കാന്ന് എക്സ്പീരിയൻസ് ചെയ്യാം രാത്രി ഇവിടെ ടെൻ്റടിച്ച് എറിയിട്ട് ഇന്നാ പാർക്കില്ലേ അതിൻ്റെ താഴെ ടെൻ്റടിക്ക് കളിക്കാം നമുക്ക് ടെൻ്റടിച്ച് പ്രാങ്കി എന്ന ചില കൊണ്ടാടുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഇറങ്ങി വരും. നേരെ പിടിച്ച് ചവിട്ടിയിടുന്നു. ആദ്യം പേടിക്കും പിന്നെ അവനെ ചവിട്ടി കൊന്നു കളയും. ഞാൻ പറയട്ടെ ചില വേറെ സീനുണ്ട്. ആദ്യം അഡ്രിനലിൻ അടിക്കും. നമുക്ക് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലേ വരുന്നത്. ഒന്നെങ്കിൽ ഒരു രക്ഷപ്പെടും ഇല്ലെങ്കിൽ അവനെ ഇടിച്ചു കൊല്ലണം. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ശക്തിയുടെ അളവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതല്ല മറ്റേ പടത്തിൽ പറയുന്നേ ഇരുമുഖൻ മറ്റേ വിക്രത്തിന്റെ അത് സത്യമായിട്ട് തീരുകയാണ്. അത് നമ്മൾ കള്ളു കുടിക്കുമ്പോഴും കഞ്ചാവ് അടിക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ടോ അത്? അന്നേരം പിന്നെ പവർ എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ശരിക്കും ജീവിക്കണോ മരിക്കണോ എന്നുള്ള സ്കീമിൽ ഇരിക്കുമല്ലേ. നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് അതെ നമ്മളെ മസിൽ ആക്റ്റീവായി. നീ ഒരു പട്ടിയിട്ട് ഓടിക്കാൻ നേരത്ത് നമ്മൾ ഇന്ന വരെ ഓടാത്ത സ്പീഡിൽ ഓടും. പിന്നെ ഈ പട്ടി ഓടിച്ചല്ലേ ഞാൻ ഓടിയിട്ടുണ്ടല്ലോ ഒരു മതിലുണ്ടാ. ഞാൻ മതിലിങ്ങനെ കുത്തിയല്ലേ നമ്മൾ വരുന്നത്. നേരെ പുഴ ചടിയാൻ പോയി. പട്ടിക്ക് മതിലിന്റെ അവിടം വരെ നിന്ന് പരത്തണം എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഒരു പട്ടി എന്നെ ഓടിച്ചിട്ട് കിട്ടാത്ത രീതിയിൽ ഞാൻ നോക്കി ഒരു വവ്വാലും വന്നാലും മതി മയില്. പക്ഷെ നമ്മളെ മേത്ത് ഇടിക്കത്തില്ല. വവ്വാല പക്ഷി എന്തെങ്കിലും എനിക്ക് പേടിയല്ലേ. ഇവിടെ കരടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ മൂന്നും മരിച്ചു. ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഇവിടെ കരടിയില്ല. പഠിച്ച് കരടിയില്ലെന്നാണ്. മാന് ചെന്നായ ഞാൻ പറട്ടെ മറ്റേ വിന്റർ ചെന്നായാണ് സീൻ. അത് മതിയായ സൈസാണ്. മറ്റേ ചെന്നായ ഡയർ വുൾഫാണ്. മറ്റേ വിന്റർ നീ വലിയ ചെന്നായ പറഞ്ഞില്ലേ ഡയർ വുൾഫ്. വിന്റർ ആ സാധനമാണ് സീൻ. വിന്റർ പുറത്തിറങ്ങുന്നത് ഈ ചെന്നായ സീനാണ്. പക്ഷെ അത്ര ഉപദ്രവിക്കത്തില്ല. അത് എടാ വിന്റർ വിന്റർ ചെന്നായ മതിയായ സാധനമാണ്. നേരെ ഗാർഡൻ റോഡിലുണ്ട്. ചെന്നായാണ് ഫോക്സാണ് എന്താ സാധനം ഉണ്ട്. ചെന്നായ ഉണ്ടെന്ന് പറയണേ. എടാ മയില് ഇതെവിടെ കണ്ണ് മിന്നത്? എടാ ഇത് മറ്റേ സാധനം മിന്നിയത് മറ്റേ ചെറിയ പ്രാണി തന്നെ. മിന്നാമിനി മിന്നത്. ഇപ്പൊ റൈറ്റ് സൈഡിൽ മിന്നിന്ന് പേടിച്ചു പോയി മയില്. ഇപ്പൊ ബാക്ക് നോക്കിയാ അതെ. ഇപ്പൊ ബാക്ക് നോക്കിയാ ലൈറ്റ് പൊല്യൂഷൻ കാണാനല്ലേ. ഈ ലൈറ്റ് പൊല്യൂഷൻ കാരണമാണ് മിന്നാമിനി ഇല്ലാണ്ടാവും പറയണേ. അങ്ങനെയുണ്ട്. അങ്ങനത്തെ സ്കീം പറയുന്നത്. പിന്നെ പൊല്യൂഷനും അന്തരീക്ഷ മലിനീകരണം ആവാസ വ്യവസ്ഥ അതുപോലെ തന്നെ വന്നതാണ് തിയറിയാണ്. മനുഷ്യൻ്റെ ബോഡിയെക്കുറിച്ച് പഠിച്ചിട്ട്. പക്ഷെ അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറേ ഫാക്ട്സ് ഉണ്ട്. ഞാനാണ് മറ്റേ 300 വർഷം ജീവിക്കുന്ന സ്കീം പറഞ്ഞില്ലേ. കാരണം മനുഷ്യൻ്റെ ബോഡിയിൽ ഒരു മുറിവ് പറ്റിയാലോ എന്ത് അസുഖം വന്നാലും അത് പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡി റീജനറേഷൻ എല്ലാ സാധനവും ഉണ്ട്. ആ ആൻറ്റിബോഡിക്ക് ആവിഷ്കാരോളം ഇതുണ്ട്. നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്ന സാധനം തന്നെ നിന്നെ മരിക്കാൻ കൊള്ളും സാധനം. ഓക്സിഡേഷൻ സ്ട്രെസ്സാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതാ നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കില്ല. ആന്റി ഓക്സിഡൻസ് അടങ്ങിയ ഫുഡ് കഴിക്കണം എന്ന് പറയില്ലേ നമ്മൾ. ഈ വഴിയാണ് ആന്റി ഓക്സിഡൻസ് കഴിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല ഇവര് പഠിച്ച ഇത് വെച്ച് ഇവർ പറയണേ ശരിക്കും 300 വർഷം അടുത്ത് മനുഷ്യൻ 100-150 300 വർഷം അടുത്ത് ജീവിക്കാനുള്ള ഇത് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതിനുള്ള ആൻറ്റിബോഡി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ശരീരത്തിൽ ഏതൊരു ഘടകം അത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ ഘടകമാണ് നമ്മുടെ ഏജ് പെട്ടെന്ന് ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ. ഷുഗർ അതെ. മറ്റേ ഉറുമ്പിൽ നടത്തിയൊരു പഠനം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ IELTS പിള്ളേരെ പഠിക്കാൻ നേരത്ത് ഞാനൊരു വായിച്ചാൽ റീഡിങ്ങിൽ ഇത് വായിച്ചാട്ടെ. മറ്റേ ഉറുമ്പിൽ ഇങ്ങനെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അഡൽട്ട് ആവുന്ന ഉറുമ്പില്ലേ ഉറുമ്പ് അഡൽട്ട് ആവണ ഉറുമ്പിൻ്റെ അതേ ശരീരത്തിലുള്ള സാധനം തന്നെയാണ് വയസ്സാകുമ്പോഴുള്ള ഉറുമ്പിൻ്റെ അതേ സാധനം. പക്ഷെ ഉറുമ്പ് പെട്ടെന്ന് ഒരു സുപ്രാതി മരിച്ചു കഴിയുന്നു.
അതായത് ഉറുമ്പ് എപ്പോൾ അഡൽറ്റ് ആവുന്നു അതതിൻ്റെ പ്രൈം ടൈമില്ല മരിക്കുന്നത് വരെ. മനുഷ്യന്മാർ ടീനേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശോഷിക്കല്ലേ ചെയ്യുന്നു, ഉറുമ്പുകൾ അങ്ങനെ ഇല്ല. അത് ഒരു കിട്ടുന്ന സാധനം വായിച്ചിരിക്കാമെന്ന് തോന്നുന്നു. നീ ഇപ്പം അങ്ങോട്ട് നോക്കിയേ.